നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തോടെ പശ്ചിമേഷ്യ കൂടുതൽ പ്രക്ഷുബ്ധമാവുകയാണ്. ശക്തമായ തിരിച്ചടി ഉറപ്പാണ് എന്ന ഹൂതികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് മിക്ക ചരക്കുകപ്പലുകളും ചെങ്കടൽ വഴിയുള്ള സഞ്ചാരം അവസാനിപ്പിച്ചു. 5 സൈനികരുടെ മരണത്തിനും 6 പേർക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി ഉറപ്പാണ് എന്ന് ഹൂതികൾ ആവർത്തിച്ചു. ഫലസ്തീൻ ജനങ്ങളുള്ള പിന്തുണ ആവർത്തിച്ച ഹൂതികൾ ഇസ്രയേലിന്റെ കപ്പൽ സേവനം മാത്രമാണ് അമേരിക്കയും ബ്രിട്ടനും ലക്ഷ്യമിടുന്നത് എന്നും കുറ്റപ്പെടുത്തി. എന്നാൽ സ്വന്തം സൈനികരെയും അന്താരാഷ്ട്ര ചരക്ക് നീക്കവും സംരക്ഷിക്കുന്നതിന് കൂടുതൽ ആക്രമണത്തിന് മടിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. യമനിലെ ഹൂതികൾ ഭീകര സംഘടനയാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. സ്വയം പ്രതിരോധത്തിനുള്ള പരിമിതവും അനിവാര്യവുമായ ആക്രമണമാണ് നടത്തിയത് എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞു. നെതർലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളും ആക്രമണത്തിന് സഹായം നൽകിയതായി ജോ ബൈഡൻ പറയുന്നു. എന്നാൽ അമേരിക്കൻ അഭ്യർത്ഥന നിരസിച്ചതായും ഇറ്റലി പ്രതികരിച്ചു. യമനിലെ ആക്രമണത്തിന് പിന്നാലെ എണ്ണവില 4% ഉയർന്നു. തുർക്കിയിലേക്ക് പോവുകയായിരുന്ന എണ്ണ ടാങ്ക് വ്യാഴാഴ്ച ഒമാൻ തീരത്തിന് സമീപം വെച്ച് ഇറാൻ പിടിച്ചെടുത്തതും സംഘത്തിന് ആക്കം കൂട്ടി. യമനിലെ അമേരിക്ക ബ്രിട്ടൻ സംയുക്ത വ്യോമാക്രമണത്തെ ഒമാൻ അപലപിച്ചു. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗസയിൽ 24 മണിക്കൂറിടെ 151 പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 248 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച മധ്യ ഗസയിലെ മൽമഷയിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 9 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗസയിൽ മരണം 23,708 ആയി. 60,005 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യ ആരോപണം തള്ളിയ ഇസ്രായേൽ സ്വയം രക്ഷയ്ക്കുള്ള നടപടികളാണ് ഗസയിൽ തുടരുന്നത് എന്ന് വാദിച്ചു. ദക്ഷിണാഫ്രിക്കൻ സമർപ്പിച്ച കേസിൽ 2 ദിവസത്തെ വാദം വെള്ളിയാഴ്ച അവസാനിച്ചു. കോടതിയുടെ തീരുമാനം വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് അന്താരാഷ്ട്ര കോടതി പ്രസിഡന്റ് ജോവാൻ ഡോൺഗ പറഞ്ഞു.